ഞാൻ നോക്കിയപ്പോ ദേ പെട്ടി വണ്ടിക്കാർ നല്ല ചക്ക വിൽക്കണം. മഴവെള്ളം കയറി വശം കെട്ടിരിക്കുന്നതായിരിക്കും മധുരവും ഉണ്ടാവൂല. എന്നാലും കുഴപ്പമില്ല, വല്ല ചക്കയടയോ ചക്കപ്പൊരിയോ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് പകുതി ഇങ്ങോട്ട് മുറിച്ച് മേടിച്ചു കേട്ടാ. പിന്നെയാണ് ഓർത്തത്, അയ്യോ വാഴലൊക്കെ തെണ്ടി കിടന്ന് വരുമ്പോഴത്തേക്കും കൊച്ചുങ്ങൾ വരാൻ നേരമോ. അപ്പൊ ഞാൻ കരുതുന്നു ഇപ്പൊ ചക്കപ്പൊരി ഉണ്ടാക്കാൻ ബാക്കി പകുതി എടുത്തിട്ട് നാളെ നമുക്ക് സാവകാശം അടയൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് ചക്കപ്പൊരി ഉണ്ടാക്കിയെടുക്കട്ടെ. ഈ ചക്കപ്പൊരിക്ക് ഇവിടെ ഒരെണ്ണത്തിന് 12 രൂപയാണ് കേട്ടോ ചായക്കടയിൽ. അപ്പൊ ഞാൻ കരുതി മക്കൾ കൊതി തീരെ കഴിക്കട്ടെ എന്ന് കേട്ടാ. അപ്പൊ ദേ വേറൊന്നുമില്ല കേട്ടോ, നമ്മൾ പഴം പൊരിക്കൂല അതിന്റെ പോലെ തന്നെ മൈദപ്പൊടിക്കകത്തോട്ട് ഇച്ചിരി അരിപ്പൊടി ഇടുക, കളറിന് വേണ്ടി ഒരു ഇത്തിരി മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ ചക്കച്ചോളയില്ലേ, അതൊരു 2-3 എടുത്തേച്ചും അങ്ങനെ തന്നെ മുക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് മുക്കി പൊരിച്ചെടുക്കാം. അപ്പൊ ആദ്യം ഞാൻ കൊണ്ട് കുറച്ച് വെകിളി കാണിച്ചു കേട്ടോ. 4 കൂടെ ആ ചെറിയ കുഞ്ഞിക്കാച്ചി ചട്ടിക്കകത്തോണ്ട് ഒരുമിച്ചിട്ട് അതിലൊരെണ്ണം പൊട്ടിപ്പോയി, പോട്ടെ ആദ്യത്തതല്ലേ കുഴപ്പമില്ല, നമുക്ക് രണ്ടാമത്തെ ശരിയാക്കി എടുക്കാന്ന് കരുതിയിട്ട് 3 നല്ല കറക്റ്റായിട്ട് കിട്ടിയേ. പിന്നെ ഉണ്ടാക്കിയതൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടാ. അങ്ങനെ നല്ല ചൂട് ചക്കപ്പൊരിയും കട്ടൻ ചായ മറന്നിട്ട് ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കടി. അപ്പൊ ഞാൻ കുറച്ച് ചക്ക എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ എവിടെയെങ്കിലും നടന്ന് വാഴലൊപ്പിച്ചിട്ടേ ചക്കാട ഉണ്ടാക്കാട്ടാ. അപ്പൊ ദേ ആമി ആലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് നേരെ ചക്കപ്പൊരിയെ കഴിക്കാനാണ് കേട്ടോ. എന്നിട്ട് ട്യൂഷന് പോകാൻ ഇറങ്ങിയ പാത്രമുള്ള